അതെ ചായക്കട ചേട്ടാ, വേഗം സമൂസയും പഴംപൊരിയും എടുത്തോ. ഇതാ. ഇതെന്താ വെറും പ്ലേറ്റ്? പിന്നല്ലാതെ നീയും പറയാറില്ലേ കാലി പൈസ കാണിച്ചിട്ട് പൈസ നാളെ തരാമെന്ന്. അതുപോലെ സമോസ നാളെ ഉള്ളൂ, ഇന്ന് കാലി പ്ലേറ്റേ ഉള്ളൂ. ഇത് ഞങ്ങൾ അപമാനിക്കലാണ്, ഭയങ്കര അപമാനം. വരൂ പത്ലു, ഇനി നമ്മൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. മോട്ടോ വെറുതെ ദേഷ്യപ്പെടണ്ട. സമൂസ ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ? ഇവിടെ ഇരുന്ന് നമുക്ക് സൗജന്യമായിട്ട് പത്രം വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്റെ മോട്ടോ ഇത് കണ്ടോ? ഇന്നലെ നീ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ റിസൾട്ട് ഇതാ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ആ നീ ആ ടിക്കറ്റിംഗ് എടുക്ക. ടിക്കറ്റ് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുക, പക്ഷേ എനിക്ക് ആ ടിക്കറ്റിലെ നമ്പർ നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ ആ പഴയ കാറ് നിനക്ക് ഓർമ്മയുണ്ടോ? അതിന്റെ അതേ നമ്പറാ, UP 1415. ഞാനൊന്ന് നോക്കട്ടെ. UP 1415, UP 1415. അടിച്ചു മോനെ. എനിക്കും കാണിച്ച് UP 1415. എവിടെ എവിടെ? ഇല്ല ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് പ്രൈസ് അടിച്ചേ, 5 കോടി രൂപ അടിച്ചേ. പൊളിക്കടുത്തല്ലോ. നമ്മുടെ മോട്ടു പത്ലു ഇപ്പൊ കോടീശ്വരന്മാരായല്ലോ. നിങ്ങളല്ല, ഞങ്ങളാ. പത്ലു, നമുക്ക് ചെന്ന് വീട്ടിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, നമ്മള് കോടീശ്വരന്മാരായി. നിങ്ങളല്ല, ഞങ്ങള്. ടിക്കറ്റ് ഞങ്ങളുടെയാ, നിങ്ങളുടെ അല്ല. അവിടെ നിൽക്കേ. ജോൺ ആയിരിക്കണ്ടോ? ജോൺ തന്നെയായിരിക്കണ്ടോ? ടിക്കറ്റ് മര്യാദക്ക് എന്റെ അടുത്ത് തരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആരാ മരിക്കുന്നെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. കൊള്ളാം ബോസ്, കൊള്ളാം. അടിപൊളി കവിതയാണല്ലോ അല്ലേ നമ്പർ 2? ഇല്ല ഇല്ല, അരുത്. നിങ്ങൾ ഞങ്ങൾ കോടീശ്വരനാവുന്ന സ്വപ്നം തല്ലി തകർക്കരുത്. ഞാൻ സ്വപ്നങ്ങളെ മാത്രമല്ല, വേണമെങ്കിൽ നിന്നെ ഇല്ലാതാക്കി കളയും. വല്ലാതെ വെള്ളത്തിലെടുക്കാൻ നോക്കിയാല് എന്റെ സ്വഭാവം നീ അറിയും. കൊള്ളാം ബോസ്, കൊള്ളാം. അടിപൊളി കവിതയാണല്ലോ അല്ലേ നമ്പർ 2? മണ്ടത്തരം പറയാതെ ആദ്യം ടിക്കറ്റ് കണ്ടുപിടിക്കാൻ നോക്കടാ. ചെല്ലേ. ഞാൻ നിങ്ങൾക്കൊരു ചുക്കും തരാൻ പോകുന്നില്ല. തടിയന്മാരെ, അവരെ പോയി പിടിക്ക. എടാ മണ്ടന്മാരെ, ആ വാനെടുത്തോണ്ട് പുറമെ പോടാ. എന്നെ കൂടി ഒന്ന് കൊണ്ടുപോടാ. മണ്ടന്മാര്. ഓടിക്കോ, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. മോട്ടോ എന്നെ ഒന്ന് രക്ഷിക്കേ. മര്യാദക്ക് എന്റെ കൂട്ടുകാരനെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ നീ വിവരം അറിയും. നീ ആ ടിക്കറ്റ് തന്നേക്ക്, എന്നാ നിന്റെ കൂട്ടുകാരനെ വിട്ടേക്കാം. ഞാൻ ടിക്കറ്റ് എടുത്തോണ്ട് വരാം, നീ ഇവിടെ തന്നെ നിക്ക്. എന്റെ മോട്ടോ, നീ മണ്ടത്തരം പറയണ്ട. ടിക്കറ്റ് ഇവന് കൊടുക്കരുത്. ജീവിതത്തിൽ ആദ്യമായിട്ടാ നീ കോടീശ്വരനാവാൻ പോകുന്നേ. എന്റെ പത്ലു, നീ ഇല്ലാതെ ഞാൻ കോടീശ്വരനായിട്ട് എന്ത് കാര്യം? ജോൺ, ഞാൻ ഇപ്പൊ വന്നേക്കാം. അതെ, ഞാൻ മോട്ടോണ്ടൊപ്പം പോയിക്കോളാന്നേ. അവന് ടിക്കറ്റ് തപ്പിയെടുക്കാൻ എന്റെ സഹായം വളരെ അത്യാവശ്യമായിരിക്കും. നീ എങ്ങോട്ടും പോകത്തില്ല, നീ പോയാ തിരിച്ചു വരത്തില്ല. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്താ, എന്റെ സുഹൃത്ത് ഡോക്ടർ ചട്കാനെ വെടിവെച്ചോളൂ. പക്ഷെ മോട്ടുനെ സഹായിക്കാൻ എന്നെ എന്തായാലും പറഞ്ഞു വിടണം പ്ലീസ്. ഓക്കേ, ചെല്ല്. ടിക്കറ്റ് കൊണ്ടുപോവാ. ഐഡിയ. എന്റെ ജോണേ, മോട്ട് അന്വേഷിച്ചാലൊന്നും അത് കിട്ടില്ല. ആ ടിക്കറ്റ് ഞാനാണ് അവിടെ ഭദ്രമായി എടുത്തു വെച്ചത്. അതെന്തായാലും വേണ്ട, നീ ആ വഴി ഓടിയാലോ. ഞാൻ എവിടേക്കും ഓടിപ്പോവില്ല. അഥവാ ഞാൻ ഓടിപ്പോയാലും മോട്ട് ടിക്കറ്റ് എടുത്ത് വരും. അല്ലെങ്കിൽ നിങ്ങൾ മോട്ടോനെ വെടിവെച്ചോ. ചെല്ല്, നീ വേഗം ചെന്ന് ടിക്കറ്റ് തപ്പിയെടുക്കാൻ മോട്ടോനെ സഹായിക്കേ. അല്ല ജോണേ, എന്റെ സഹായമില്ലാതെ അവർക്കത് കണ്ടുപിടിക്കാനാവില്ല. ഞാനും കൂടി. ഞാൻ വന്നില്ലെങ്കിലും ഗസീട്ടാറാമങ്ങ് എത്തുമല്ലോ. നിങ്ങൾ എന്തായാലും അവനെ വെടിവെക്കും. അവനെ രക്ഷിക്കാൻ ഞാനിവിടെ വന്നല്ലേ പറ്റൂ.
ഓക്കേ, വേഗം ചെന്ന ടിക്കറ്റ് കണ്ടുപിടിക്കാൻ നോക്ക്. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. സ്ഥലം വിട്ടേക്കാം. ബോസ് ഇതിലെന്തോ പന്തികേടുണ്ട്. നിങ്ങളിങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ട ഇവിടെ പിന്നെ ആരാ? അവര് തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെ വെടിവെക്കും? എടാ വിഡ്ഢി, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ബോട്ട് വന്നില്ലെങ്കിൽ പത്തുലുവിനെ വെടിവെക്കാം, ഗസീട്ടാറാം വന്നില്ലെങ്കിൽ ആ ഡോക്ടറെ വെടിവെക്കാം, അഥവാ പത്തുലു വന്നില്ലെങ്കിൽ മോട്ടു എന്തായാലും വരുമല്ലോ, അപ്പൊ മോട്ടുവിനെ വെടിവെക്കാം. പിന്നെ ആ ഡോക്ടർ വന്നില്ലെങ്കിൽ ഗസീട്ടാറാം എന്തായാലും വരുമല്ലോ, അപ്പൊ അയാളെ വെടിവെക്കാം. എന്തായാലും എന്റെ തോക്കിന്റെ ഉണ്ട ചെലവാക്കി ഞാൻ. ഒരു മിനിറ്റ്. മോട്ടുവിന് പകരം പത്ലുവിനെ വെടിവെക്കുന്നു. പത്ലുവിന് പകരം മോട്ടുവിനെ വെടിവെക്കുന്നു. ഗസീറ്ററാമിന് പകരം ജഡ്കയെ, ജഡ്കയ്ക്ക് പകരമായിട്ട് ഗസീറ്ററാമിനെ. ഇനി അഥവാ ആരും വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ വെടിവെക്കും? നീ എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കാതെ, ഞാൻ ഒരു തവണ കൂടി പറഞ്ഞു തരാം. മോട്ട് വന്നില്ലെങ്കിൽ പത്തുലുവിനെ, ഇനി അതും അല്ലെങ്കിൽ പത്തുലു, കസീട്ട, ഡോക്ടർ. ഓ, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഈ തടിയൻ എന്നെ ആകെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ. ഇനി ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ആർക്ക് പകരം ആരെയാ കൊല്ലണ്ടെന്ന് ഞാൻ മറന്നുപോയി. ഓ, ഇത് എവിടെയും കാണുന്നില്ലല്ലോ. ഈ ടിക്കറ്റ് എവിടെയാ വെച്ചെന്ന് ഒരു ഓർമ്മയും വരുന്നില്ലല്ലോ. ഒന്ന് ആലോചിക്ക് മോട്ടു, നല്ലപോലെ ആലോചിക്ക്. 5 കോടി രൂപ നമുക്കങ്ങനെ കളയാൻ പറ്റില്ല. 5 കോടി പോയതുപോലെ തന്നെയല്ലേ അത് ജോൺ കൊണ്ടുപോകാൻ പോവല്ലേ? പൊളിച്ചെടുത്തല്ലോ. നീ ശരിക്കും 5 കോടി രൂപയുടെ ടിക്കറ്റ് ആ ജോണിന്റെ കയ്യിൽ കൊടുക്കാൻ പോവാണോ? അതെ, എനിക്ക് ഡോണിനെ കൈകാര്യം ചെയ്യുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. ആ 5 കോടി രൂപ എടുത്ത് നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോവാന്നേ. പൈസക്ക് വേണ്ടി കാത്തിരുന്ന് അവസാനം ജോൺ നമ്മുടെ ഡോക്ടറെയും പത്രോളിയും വെറുതെ വിട്ടേക്കും. ഞാൻ ഒരിക്കലും എന്റെ കൂട്ടുകാരന്റെ ജീവൻ പണയം വെച്ച് കളിക്കില്ല. അത് 5 കോടി ആയാലും ശരി, 50 കോടി ആയാലും ശരി, ഞാൻ കൊടുത്തിരിക്കും. ആ, കിട്ടിപ്പോയി. ഈ ബുക്കിനകത്താ വെച്ചിരുന്നത്. മോട്ടോ, ഇതിനകത്ത് ടിക്കറ്റ് കാണുന്നില്ല. ടിക്കറ്റ് ഇതിനകത്താ. നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഇങ്ങ് തന്നെ. എടാ, അവിടെ നിക്ക്. എടോ, വഴി മാറ്. വഴി മാറാൻ. ഒന്ന് ക്ഷമിക്കണേ ചേട്ടാ, കുറച്ച് തിരക്കുണ്ട്. എന്താ പറ്റിയതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ചിങ്കം സാറേ, അവിടെ നിക്ക്. ഐഡിയ. ആ ചെവി ഇങ്ങനത്തെ ഒരു സ്വകാര്യം പറയട്ടെ. എന്റെ അമ്മോ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്റെ മീതെ ഒന്ന് കേറാൻ? ഒരുപാട് കൂടിപ്പോയി. ഫുർഫുര നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ എന്റെ മീതെ കേറാൻ നോക്കുകയാണ്. ഇതെന്റെ നടുവാണ്, അല്ലാതെ നാഷണൽ ഹൈവേ അല്ല. ഇൻ ദ നെയിം ഓഫ് ലോ എല്ലാരും നിക്ക്. വീണ്ടും നാളികേരോ? ഇതിന്റെ ഒരു കുറവേ ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ. എന്റെ അമ്മോ. നിക്ക്, ഞാൻ ഒന്നുകൂടി തെളിച്ച് പറഞ്ഞു തരാം. മോട്ടുവിന് പകരം പത്തുലുവിനെ വെടിവെക്കുന്നു, പത്തുലുവിന് പകരം മോട്ടൂന്.
അതിന് മോട്ടു ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അവനിങ് എത്തുമല്ലോ. ഹസേട്ടയ്ക്ക് പകരം ഡോക്ടർ ജഡ്ക. ആളിപ്പോ ഇവിടെ ഇല്ല, പക്ഷെ ഇവിടെ എത്തും. അയാൾക്ക് പകരം ഇതാകെ കുഴഞ്ഞല്ലോ. ഇതിലുള്ള പന്തികേട് എന്താണെന്ന് വെച്ചാ ഇവിടെ ആരും വന്നില്ലെങ്കിൽ പിന്നെ ആരെ വെടിവെക്കും ബോസ്? ഇത് ഞാൻ ചിന്തിച്ചില്ലല്ലോ. ഇനി ഒരു പക്ഷേ ആരും വന്നില്ലെങ്കിൽ നിന്നെ ആയിരിക്കും ഞാൻ വെടിവെക്കുന്നത്. ബോസ് അത് നോക്കൂ, ടിക്കറ്റ് തനിയെ പറന്നു വരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു പടയും പുറകെ വരുന്നുണ്ട്. നിങ്ങൾ 4 പേരും ടിക്കറ്റുമായി വന്നത് വളരെ നന്നായി. ഇല്ലെങ്കിൽ 4 ഞാൻ ശരിയാക്കിയേനെ. കൊള്ളാം ബോസ്, കൊള്ളാം. അടിപൊളി കവിതയാണല്ലോ അല്ലേ നമ്പർ 2? നിന്റെ ഒരു കവിത. നീ ഇന്നത്തെ പത്രം എടുക്ക്. ബോസ് ബോസ് എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. കോടികളുടെ കാര്യം പറഞ്ഞ് എന്നെ വെറുതെ മോഹിപ്പിച്ചു. ബമ്പർ ടിക്കറ്റിന്റെ റിസൾട്ടും കയ്യിലുള്ളതാവട്ടെ കിട്ടുന്ന ടിക്കറ്റും. ദ്രോഹികളെ. കൊള്ളാം ബോസ്, കൊള്ളാം. മിണ്ടാതിരിയുടെ തടിയാ. 5 കോടി രൂപയാ പോയത്. ബമ്പർ ടിക്കറ്റിന്റെ റിസൾട്ട് പത്രത്തിലുള്ളത്. എന്നിട്ട് ഇവന്മാരുടെ കയ്യിലുള്ളതോ കിട്ടുന്നിസ് ലോട്ടറിയും. എന്താ? നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി ഞാൻ തരാൻ പോവാ. അത് കഴിഞ്ഞ് മതി പ്രതികാരം. എല്ലാം ഒന്ന് കഴിയട്ടെ. രണ്ടിന്റെ തല ഞാൻ തവലയാക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് തല? എടാ സ്വപ്നജീവി, 2 പിടിച്ച് കെട്ടാൻ നോക്ക്. ഓടിക്കാം മോട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.